ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടറിനകത്ത് വരുന്നുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ മേജർ കോമ്പോണൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ? വേസ്റ്റ് വാട്ടറിനകത്തുള്ള മേജർ കോമ്പോണൻറ്റ് ഏതാണെന്നാണ്. പ്യുവർ വാട്ടർ, ഹ്യൂമൻ എക്സ്ക്രീറ്റ, സാൻഡ്, ക്ലേ. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ ആണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് വാട്ടറിനകത്തുള്ള മേജർ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ ആണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്താണ് കേട്ടോ. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് കറക്റ്റ് വരുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് STPs? അപ്പോൾ നമ്മൾ STPs സാധാരണ എന്താ കേട്ടിട്ടുള്ളത്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് STDs എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് ഇവിടെ STP ആയിട്ട് വരുന്നത്. STPs എന്ന് വെച്ചാൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലേ. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുക. സീവേജ് എന്ന് വെച്ചാൽ എന്താണ്? വേസ്റ്റ് വാട്ടറാണ്. നെക്സ്റ്റ്, primary treatment involves filtration and distillation. Primary treatment involves filtration and distillation. ഫാൾസ് ആണോ ട്രൂ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്ത് പ്രധാനമായിട്ടും 3 ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ. പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ ടെർഷറി. അതിനകത്ത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിനകത്ത് ഫിൽട്രേഷനും ഡിസ്റ്റിലേഷനും വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫിൽട്രേഷൻ ഇതിനകത്ത് നടക്കുന്നതാണ്, പ്രൈമറി ട്രീറ്റ്മെൻറ്റിനകത്ത് നടക്കുന്നതാണ്. പക്ഷേ ഡിസ്റ്റിലേഷൻ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഡിസ്റ്റിലേഷൻ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ വരുന്നതല്ല. അപ്പോൾ ഇത് ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഫാൾസ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ്? ആ ക്വസ്റ്റ്യൻ വായിച്ച പാടെ തന്നെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ? വേസ്റ്റ് വാട്ടറിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് താഴെ പറയുന്നതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ്? കറക്റ്റ് അല്ലാത്തത് മീൻസ് തെറ്റ് ഏതാണ്? നോട്ട് കറക്റ്റ് ഏതാണ്? ഫസ്റ്റ് എന്താണ്? ഇനീഷ്യലി ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ഈസ് റിമൂവ്ഡ് ബൈ ഡിസ്റ്റിലേഷൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നതല്ല. അപ്പോൾ ഇത് തന്നെയായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക അല്ലേ. ഓൾ ദ എബോവ് ഇല്ല, അപ്പോൾ ഇതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒന്ന് വായിച്ചു നോക്കാം. ഗ്രിറ്റ് ആൻഡ് പെബിൾസ് ആർ റിമൂവ്ഡ് ബൈ സെഡിമെൻറ്റേഷൻ അല്ലേ. പ്രൈമറി ട്രീറ്റ്മെൻറ്റിനകത്ത് ഫിൽട്രേഷനും നടക്കുന്നുണ്ട്, സെഡിമെൻറ്റേഷനും നടക്കുന്നുണ്ട്. ആ സെഡിമെൻറ്റേഷൻ്റെ ടൈമിൽ ഗ്രിറ്റും പെബിൾസും അതൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ്, സോളിഡ്സ് ദാറ്റ് സെറ്റിൽ ഫോം ദ പ്രൈമറി സ്ലഡ്ജ്. പിന്നെ സെഡിമെൻറ്റേഷനകത്ത് എന്താണ്? ഗ്രിറ്റും പെബിൾസും നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് സെറ്റിൽ ചെയ്യുന്ന ആ സോളിഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്ത് പ്രൈമറി സ്ലഡ്ജും ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജും ഉണ്ട്. പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് കിട്ടുന്ന സ്ലഡ്ജാണ് പ്രൈമറി സ്ലഡ്ജ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ അത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന സ്ലഡ്ജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയാം. അപ്പോൾ ഇതും കറക്റ്റാണ്. സൂപ്പർനേറ്റഡ് ഫോംസ് ദ എഫ്ലുവൻറ്റ്. പിന്നെ സെഡിമെൻറ്റേഷനകത്ത് താഴെയുള്ളത് സ്ലഡ്ജും മിത്തുള്ള സൂപ്പർനേറ്റഡ് എന്താണ്? എഫ്ലുവൻ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ട് വരുന്നുള്ളത്? ഇനീഷ്യലി ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ഈസ് റിമൂവ്ഡ് ബൈ ഡെസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷനിലൂടെ ഇനീഷ്യലി നമ്മൾ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനൊക്കെ റിമൂവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റിലേഷന് പകരം ഇവിടെ ഫിൽട്രേഷൻ ആണെങ്കിൽ അത് കറക്റ്റായി വന്നേനെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദ കേസ് വെർ എയറേഷൻ ഈസ് ആബ്സെൻറ്റ്? അതായത് നമുക്ക് എയറേഷൻ വേണം. ഏത് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിനകത്ത് നമുക്ക് എയറോബിക് മെത്തേഡ്സ് ഉണ്ട്, അനേറോബിക് മെത്തേഡ്സ് ഉണ്ട്. എയറോബിക് ഡൈജഷൻ ഉണ്ട്, അനേറോബിക് ഡൈജഷൻ ഉണ്ട്. അപ്പോൾ എയറേഷൻ്റെ കേസിൽ ഒന്നുകിൽ നമ്മൾ എയറേഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഓക്സിജനെ വെച്ചിട്ട് അവർ സിന്തസിസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എയറേഷൻ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ എയറേഷൻ കൊടുക്കേണ്ടത്? മെക്കാനിക്കൽ മിക്സേഴ്സിനെ വെച്ചിട്ടാണ്. ഇങ്ങനെയാണ്, മെക്കാനിക്കൽ മിക്സേഴ്സിനെ വെച്ചിട്ടാണ്. സ്ക്രീനിങ് ഡിവൈസസിനെ വെച്ചിട്ടാണോ? അല്ല. സ്ക്രീനിങ് ഡിവൈസസിനെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നുള്ളത്? ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഫ്ലോട്ടബിൾ സബ്സ്റ്റൻസിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് സ്ക്രീനിങ്ങിലൂടെ. സെഡിമെൻറ്റേഷൻ ടാങ്കിൽ എന്താണ്? സെഡിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഹയർ ഡെൻസിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ റിമൂവ് ചെയ്യുന്ന, സോളിഡ്സിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഇത് സെഡിമെൻറ്റേഷൻ ടാങ്കിൽ. ഗ്രിറ്റ് റിമൂവേഴ്സ് എന്താണ്? ഗ്രിറ്റിനെ റിമൂവ് ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പോൾ മെക്കാനിക്കൽ മിക്സേഴ്സ് എന്തിനാണ്? എയറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നാച്ചുറൽ മീൻസിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കലി എന്ത് ചെയ്യാം? മെക്കാനിക്കൽ മിക്സേഴ്സിനെ വെച്ചിട്ട് എയറേഷൻ കൊടുക്കണം. നെക്സ്റ്റ്, ദ എഫ്ലുവൻറ്റ് ഫ്രം ദ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് ഈസ് ടേക്കൺ ഫോർ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് അല്ലെ. പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്നുള്ള എഫ്ലുവൻറ്റ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുപോകുന്നു അല്ലേ. ഡയറക്റ്റ് അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമോ? ഇല്ല. നമ്മൾ എന്തിനെ കൊണ്ടുപോകുന്നു? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അതെന്താണ്? ട്രൂ ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ ഫ്ലോക്സ്? ഫ്ലോക്സ് വേർഡ് നോക്കി വെച്ചോ. ഫ്ലോക്സ് എന്ന് വെച്ചാൽ എന്താണ്? മാസസ് ഓഫ് ഫംഗൈ, മാസസ് ഓഫ് ആൽഗെ, masses of animals and masses of bacteria.
ഇവിടെ കറക്റ്റ് വരുന്നത് മാസസ് ഓഫ് ബാക്ടീരിയ ആണ്. നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്ത് എന്താണ് ആ കിട്ടുന്ന ആ മാസസ് ഓഫ് ബാക്ടീരിയനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്ലോക്സ് എന്ന് പറയാം. എന്താണ് ഫ്ലോക്സ്, മാസസ് ഓഫ് ബാക്ടീരിയ. സോ ദ കോൺസ്റ്റൻറ്റ് അജിറ്റേഷൻ ഓഫ് പ്രൈമറി എഫ്ലുവൻറ്റ് അലൗസ് വിഗറസ് ഗ്രോത്ത് ഓഫ് യൂസ്ഫുൾ എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു ഫ്ലോക്സ്. അതായത് നമ്മൾ എന്താ പറഞ്ഞാൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കിട്ടുന്ന നമ്മുടെ പ്രൈമറി എഫ്ലുവൻറ്റിനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലോട്ട് വിടും. ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് എയറേഷൻ നമ്മൾ, അതായത് എയറോബിക് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്താണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം, എയർ വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യും. ആ സമയത്ത് എന്താണ്, എയറേഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്ത് നല്ല എമൗണ്ട് ഓഫ് ഓക്സിജൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, യൂസ്ഫുൾ ആയിട്ടുള്ള എയറോബിക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ നല്ല ഗ്രോത്ത് അവിടെ ഉണ്ടാവും, വിഗറസ് ഗ്രോത്ത് ഉണ്ടാവും. അതെന്തായിട്ട് മാറും, ഫ്ലോക്സ് ആയിട്ട് മാറും. ഫ്ലോക്സ് എന്ന് വെച്ചാൽ എന്താണ്, മാസസ് ഓഫ് ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെൻറ്റ്സ് ടു ഫോം മെഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ മനസ്സിലായല്ലോ, ഫ്ലോക്സ് എന്ന് വെച്ചാൽ മാസസ് ഓഫ് ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് BOD? BOD എന്ന് വെച്ചാൽ എന്താണ്, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണോ, ബയോ നാറ്റൽ ഓക്സിജൻ ഡിമാൻഡ് ആണോ, ബയോളജിക്കൽ ഡിസീസ് ആണോ, ബയോളജിക്കൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ആണോ? ഇവിടെ കറക്റ്റ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഈ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന് പകരം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വന്നാലും അത് കറക്റ്റാണ് കേട്ടോ. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന് പകരം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വന്നാലും കറക്റ്റാണ്. പിന്നെ ഏതാണ്, COD അല്ലേ. COD പറഞ്ഞാൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 9ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ഏതാണ് ശരി അല്ലാത്തത് റിഗാർഡിങ് BODനെ സംബന്ധിച്ച് കറക്റ്റ് അല്ലാത്തത് ഏതാണ്? സീവേജ് വാട്ടർ ഈസ് ട്രീറ്റഡ് അൺടിൽ ദ BOD ഈസ് റിഡ്യൂസ്ഡ്. നമ്മുടെ സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? സീവേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഈ BOD കുറക്കുക അല്ല. BOD എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് കൺസ്യൂം ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുള്ളത്? നമ്മുടെ ഓർഗാനിക് സബ്സ്റ്റൻസസിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർഗാനിക് സബ്സ്റ്റൻസ് കൂടുതലാകുമ്പോൾ കൂടുതൽ ഓക്സിജൻ അവരെടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ BOD കൂടുതലുള്ളതിനെ കുറച്ച് കൊണ്ടുവരണം അല്ലേ. അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നത് എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്? അവിടെ ഓർഗാനിക് സബ്സ്റ്റൻസ് കുറഞ്ഞു എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സീവേജ് വാട്ടർ എന്താണ്, BOD കുറയുന്നത് വരെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അല്ലാണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന വാട്ടറിനകത്ത് വീണ്ടും BOD കൂടുതലാണെങ്കിൽ വല്ല യൂസും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, സീവേജ് വാട്ടർ എപ്പോഴും BOD കുറയുന്ന വരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ്, BOD ഈസ് എ മെഷർ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ വാട്ടർ അല്ലേ. BOD എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിൻ്റെ മെഷർ അല്ലേ. നമ്മളല്ലേ ഇപ്പോൾ പറഞ്ഞേ BOD എന്ന് വെച്ചാൽ എന്താണ്, ഓക്സിജൻ്റെ ഡിമാൻഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്? ഈ ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർഗാനിക് മാറ്ററിൻ്റെ മെഷർ തന്നെയല്ലേ അത്. ഓർഗാനിക് മാറ്റർ കൂടുതലാണെങ്കിൽ BOD കൂടുതലാവും. അപ്പോൾ ഓർഗാനിക് മാറ്ററിൻ്റെ മെഷർ തന്നെയാണ് ഇത് BOD എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രേറ്റർ ദ BOD ലെസ്സർ ഇസ് ദ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ. അത് അവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് നോക്കാം. BOD മെഷേഴ്സ് ദ റേറ്റ് ഓഫ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ അല്ലേ. നമ്മൾ പറഞ്ഞു ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷന് വേണ്ടി അല്ലെങ്കിൽ ഡീഗ്രേഡേഷന് വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്ന ആ ഓക്സിജൻ അപ്ടേക്കിൻ്റെ മെഷറാണ് ഏത്, BOD. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓക്സിജൻ്റെ മെഷറാണെന്നും പറയാം, അതുപോലെ തന്നെ എന്താണ് ഓർഗാനിക് മാറ്ററിൻ്റെ മെഷറാണെന്നും പറയാം. അപ്പോൾ ഇതും കറക്റ്റ് തന്നെയാണ്. തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ട്രൂ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് ട്രൂ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഗ്രേറ്റർ ദ BOD ലെസ്സർ ഇസ് ദ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ ആണോ? നേരെ തിരിച്ചല്ലേ. ഗ്രേറ്റർ ദ BOD ദ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ലോവർ ദ BOD ആണെങ്കിൽ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കുറവായിരിക്കും അല്ലേ. BOD കൂടുമ്പോൾ എന്താണ്, ഓർഗാനിക് മാറ്റർ കൂടുതലാണ്, പൊല്യൂഷൻ കൂടുതലാണ്. അപ്പോൾ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ ഹയർ അല്ലേ. അപ്പോൾ ഇത് തെറ്റല്ലേ. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ആക്ടിവേറ്റഡ് സ്ലെഡ്ജ്? ആക്ടിവേറ്റഡ് സ്ലെഡ്ജ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു അല്ലേ. പ്രൈമറി സ്ലെഡ്ജ് എന്ന് വെച്ചാൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വരുന്ന സ്ലെഡ്ജ്. ആക്ടിവേറ്റഡ് സ്ലെഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ കിട്ടുന്നതാണ് ഏത്, ആക്ടിവേറ്റഡ് സ്ലെഡ്ജ്. അത് ഡിസ്റ്റിൽഡ് ബാക്ടീരിയ ആണോ? അല്ല. ഫെർമെൻറ്റഡ് ബാക്ടീരിയ ആണോ? അല്ല. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് ഡിസ്റ്റിലേഷനോ ഫെർമെൻറ്റേഷനോ നടക്കുന്നില്ല. അപ്പോൾ ഇത് ഡിസ്റ്റിൽഡ് ബാക്ടീരിയ അല്ല, ഫെർമെൻറ്റഡ് ബാക്ടീരിയ അല്ല, പകരം ഫംഗയും അല്ല. പിന്നെ എന്താണ്, സെഡിമെൻറ്റ് ബാക്ടീരിയൽ ഫ്ലോക്സ്. ബാക്ടീരിയൽ ഫ്ലോക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്, എയറോബിക് കണ്ടീഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ടീരിയസിൻ്റെ വിഗറസ് ഗ്രോത്ത് ഉണ്ടാവും. എന്നിട്ട് അവരൊരു മാസമായിട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ഫ്ലോക്ക് എന്ന് പറയുന്നത്. അത് ഏതിനകത്താണ് നടക്കുന്നത്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്താണ് നടക്കുന്നത്. അപ്പോൾ ആക്ടിവേറ്റഡ് സ്ലെഡ്ജ് ഏതിനകത്താണ് നടക്കുന്നത്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്താണ് നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ്,
11th, what is the major part of sludge pumped in secondary treatment? Sorry, where is the major part of the sludge pumped in secondary treatment? ഇവിടെ ശ്രദ്ധിക്കുക, മേജർ പാർട്ട് ഓഫ് സ്ലഡ്ജ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്ലഡ്ജ് എന്നാണ് ക്വസ്റ്റ്യൻ. എഫ്ലുവൻ്റ് ആയിരുന്നെങ്കിൽ നമുക്കത് പറയാം എയറേഷൻ ടാങ്കിലാണെന്ന് പറയാം. എഫ്ലുവൻ്റ് ആയിരുന്നെങ്കിൽ, എഫ്ലുവൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ആ വാട്ടർ പാർട്ട് നമ്മൾ ആ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വെക്കുന്നു. സ്ലഡ്ജ് എന്ന് വെച്ചാൽ താഴെ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഈ സോളിഡ്സ്, മീത്തുള്ള ഈ മേലെയുള്ള ഈ ലിക്വിഡ് പാർട്ട് അല്ലെങ്കിൽ ഈ എഫ്ലുവൻ്റ് പാർട്ടിനൊക്കെ നമ്മൾ എന്താണ് പറയുക, ഈ വാട്ടർ ലിക്വിഡ് പാർട്ടിന് നമ്മൾ എന്താ പറയുക, എഫ്ലുവൻ്റ് എന്നാണ് പറയുക. താഴെയുള്ളതിന് നമ്മൾ എന്ത് പറയും, സ്ലഡ്ജ് എന്ന് പറയും. സ്ലഡ്ജാണ് താഴെയുള്ളത്. മീതെയുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മേലെയുള്ളത് ഏതാണ്, നമ്മുടെ എഫ്ലുവൻ്റ് ആണ്. അപ്പോൾ സ്ലഡ്ജാണ് ചോദിച്ചിരിക്കുന്നത്. എഫ്ലുവൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഒന്നുകിൽ ഓക്സിഡേഷൻ പോണ്ടിലേക്കോ അല്ലെങ്കിൽ എയറേഷൻ ടാങ്കിലേക്കോ അല്ലെങ്കിൽ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലേക്കോ അങ്ങനെ എവിടെയെങ്കിലും പോകും. പക്ഷേ ഈ സ്ലഡ്ജ് എവിടേക്കാണ് പോകുന്നുള്ളത്, നേരെ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്കാണ് പോകുന്നുള്ളത്. എങ്ങോട്ടാണ്, അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്കാണ് പോകുന്നുള്ളത്. എന്തായാലും റിവേഴ്സിലോട്ടും പോവില്ല, ഡ്രെയിൻസിലോട്ടും പോവില്ല. എയറേഷൻ ടാങ്കിലേക്ക് പോവും ആര്, എഫ്ലുവൻ്റ്. സ്ലഡ്ജ് എപ്പോഴും എവിടെ പോകുന്നത്, അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്ക്. സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്ക് പോകുന്നു. അനേറോബിക് കണ്ടീഷനിലാണ് അവിടെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ സ്ലഡ്ജിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോട്ടെ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GAP? ഗംഗ ആക്ഷൻ പ്ലാൻ. ഓക്കെ, ഗംഗ ആക്ഷൻ പ്ലാൻ. ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ പൊല്യൂഷനൊക്കെ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. അതായത് ഇപ്പോൾ മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ റിവർ ആണ് ഏത്, നമ്മുടെ നാഷണൽ റിവർ കൂടിയായിട്ടുള്ള ഗംഗ. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പൊല്യൂഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഏത്, ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ യൂസ്ഡ് കൊയാഗുലൻ്റ്? അതായത് നമ്മുടെ വാട്ടറിനകത്ത് നമ്മൾ പറഞ്ഞു സെഡിമെൻറ്റേഷൻ ടാങ്കിൽ സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുമെന്ന് പറഞ്ഞു അല്ലേ. ആ സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെഡിമെൻറ്റേഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കൊയാഗുലൻസിനെ ആഡ് ചെയ്യും. ഈ കൊയാഗുലൻസ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഏതാണോ സെറ്റിൽ ആവേണ്ടത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്, ആ പാർട്ടിക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് കൊയാഗുലേഷൻ എന്ന പ്രോസസ്സിലൂടെ എന്താണ് അതിൻ്റെ ഡെൻസിറ്റി അവർ കൂട്ടും. അങ്ങനെ ഇത് കൊയാഗുലൻ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി കൂടിയിട്ട് ഇവരൊക്കെ പെട്ടെന്ന് വന്നിട്ട് സെറ്റിലാവും. അതിന് വേണ്ടിയിട്ടാണ് കൊയാഗുലൻ്റ് ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൊയാഗുലൻ്റ് ആണ് ഇത്, ആലം. ഇതാണ് ആലം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ആലം, മറന്നു പോകരുത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് സോൺ കമ്പോസ്ഡ് ഓഫ് ഇൻ എയറോബിക് അനേറോബിക് പോൺസ്? അതായത് ഒരു പോണ്ട്, സാധാരണ ഓക്സിഡേഷൻ പോൺസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയറോബിക് അനേറോബിക് പോണ്ട് എന്നാണ്. എയറോബിക് അനേറോബിക് പോണ്ട് എന്ന് പറയുമ്പോൾ മേലെ സർഫസിനകത്ത് നമുക്ക് എവിടുന്ന് എയർ കിട്ടുന്നുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ കിട്ടുന്നുണ്ട്. നമ്മുടെ സർഫസ്, ഒരു പോണ്ടിൻ്റെ സർഫസ് ആലോചിച്ചാൽ മതി അല്ലേ, അവിടെ എയർ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സർഫസിൽ ഏതായിരിക്കും കണ്ടീഷൻ, എയറോബിക് കണ്ടീഷൻ ആയിരിക്കും. ബോട്ടത്തിൽ ഈ ഓക്സിജൻ എത്തുന്നുണ്ടാവില്ല, എയർ എത്തുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കണ്ടീഷൻ, അനേറോബിക് കണ്ടീഷൻ. അപ്പോൾ ഈ മിഡിൽ ഇത്രയും പാർട്ടിൽ എന്തായിരിക്കും, ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും അല്ലേ. എയറോബിക് ഓർഗാനിസം ഉണ്ടാവും, അനേറോബിക് ഓർഗാനിസം ഉണ്ടാവും. എയറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഒക്കെ ഇവിടെ ആയിരിക്കും, എയറോബിക് കണ്ടീഷൻ വരുന്നിടത്തായിരിക്കും. അനേറോബിക് ഒക്കെ താഴെ ബോട്ടത്തിലായിരിക്കും. അപ്പോൾ നടുവിലാരാ ഉണ്ടാവുക, എയറോബിക് അല്ല, ആൽഗ അല്ല. ആൽഗയ്ക്ക് എന്ത് വേണം, ആൽഗ എപ്പോഴും ടോപ്പിലുണ്ടാവുക അല്ലേ, സർഫസിലുണ്ടാവുക. പിന്നെ ഓർഗാനിക് സോളിഡ്സ് ആയിരിക്കില്ല, പകരം ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ ആണ്. ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് സോണിൽ ഉണ്ടാവുക. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, എയറോബിക് അനേറോബിക് പോണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് സോണിൽ എന്താണ് കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എയറോബിക് അനേറോബിക് പോണ്ട് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്താണ് അതിൻ്റെ ടോപ്പിൽ എയറോബിക് കണ്ടീഷനും താഴെ അനേറോബിക് കണ്ടീഷനും, നടുവിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സോണിൽ കുറച്ച് ഓക്സിജൻ ഉണ്ടാവും. അത് ഫുള്ളി ആബ്സെൻ്റ് ആയിരിക്കില്ല, ഫുള്ളി പ്രസൻറ്റും ആയിരിക്കില്ല, നല്ല എമൗണ്ടിൽ പ്രസൻറ്റും ആയിരിക്കില്ല. അതാണ് ഏത് ഇൻ്റർമീഡിയറ്റ് സോൺ. അവിടെ ഏത് ബാക്ടീരിയ ഉണ്ടാവുക, നമ്മൾ പഠിച്ചല്ലേ ഫാക്കൽറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ബാക്ടീരിയനെ കുറിച്ചിട്ട്. അപ്പോൾ ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഡാഷ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഫർദർ റിമൂവൽ ഓഫ് ദ നൈട്രജൻ. നൈട്രജൻ്റെ ഫർദർ റിമൂവൽ നടക്കുന്നുള്ളത് ഏത് പ്രോസസ്സിലാണ്? ഡീനൈട്രിഫിക്കേഷൻ ആണ്. നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, അമോണിഫിക്കേഷൻ, റിഡക്ഷൻ. ഇവിടെ ഡീനൈട്രിഫിക്കേഷൻ ആണ് നടക്കുന്നുള്ളത്. ഡീനൈട്രിഫിക്കേഷനിൽ നമ്മുടെ നൈട്രജൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. നമ്മുടെ സീവേജിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രേറ്റ്സ് നൈട്രജനായിട്ട് മാറുന്നു. അതാണ് ഡീനൈട്രിഫിക്കേഷനിൽ നടക്കുന്നുള്ളത്. അങ്ങനെയാണ് നമ്മുടെ നൈട്രജനെ റിമൂവ് ചെയ്യുന്നുള്ളത്. ഇതിൽ നിന്ന്, നമ്മുടെ സീവേജിൽ നിന്ന്. നെക്സ്റ്റ്, ടർബിഡിറ്റി ഓഫ് റോ വാട്ടർ ഈസ് എ മെഷർ ഓഫ്. ടർബിഡിറ്റി ഓഫ് റോ വാട്ടർ ഈസ് എ മെഷർ ഓഫ്. അതായത് നമ്മുടെ ഒരു വാട്ടർ
ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ. സാധാരണ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അതൊക്കെ എന്താണ് ക്ലിയർ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ് അല്ലേ. അതിനകത്ത് എന്തെങ്കിലും എന്താണ് BOD ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലേ. BOD ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വാട്ടർ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് അത് വെച്ചിട്ട് BODനെ അളക്കാൻ പറ്റില്ല. അതിൻ്റെ അസിഡിറ്റി നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ pH കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ടർബിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഒരു വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ, പിന്നെ ഒരു വാട്ടർ കുറച്ച് ടർബിഡാണ്, അതായത് ക്ലിയർ അല്ല, കുറച്ച് നമുക്ക് അപ്പുറ സൈഡിലേക്ക് കാണുന്നില്ല. അതിനർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഒരു ചെളി വെള്ളം അല്ലേ, കുറച്ച് മണ്ണൊക്കെ കലക്കിയിട്ടുള്ള വെള്ളം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ്, അതിനകത്ത് കുറച്ച് സോളിഡ്സ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോളിഡ്സ് ഡിസോൾവ് ചെയ്യും തോറും ഈ ക്ലാരിറ്റി കുറഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നുള്ളത്. ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ ലൈം വാട്ടറും നമ്മുടെ പ്യുവർ വാട്ടറും എടുത്താൽ മതി. ലൈം വാട്ടർ ക്ലിയർ ആണോ? അല്ലല്ലോ. പ്യുവർ വാട്ടർ ക്ലിയർ അല്ലേ. അപ്പോൾ ഈ ലൈം വാട്ടറിനകത്ത് എന്താണ് കുറച്ച് സോളിഡ്സ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ക്ലിയർ അല്ലാത്തത്. അല്ലെങ്കിൽ നമ്മുടെ ചെളി വെള്ളം നമ്മൾ പറഞ്ഞു അല്ലെ, മണ്ണിട്ടിട്ട് കലക്കിയിട്ടുള്ള വെള്ളം, അതും എന്താണ് അത്ര ക്ലിയർ ആണോ? അല്ല, ടർബിഡാണ്. കാരണം എന്താണ്, അതിനകത്ത് എന്തൊക്കെയോ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ക്ലാരിറ്റി കുറയുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതായിരിക്കും? സസ്പെൻഡഡ് സോളിഡ്സ് അല്ലേ. നെക്സ്റ്റ്, എയറോബിക് ബാക്ടീരിയാസ്. എയറോബിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലറിഷ് ദ പ്രസൻസ് ഓഫ് ഫ്രീ ഓക്സിജൻ അല്ലേ. ഫ്രീ ഓക്സിജൻ കിട്ടുമ്പോൾ എന്താണ്? ഫ്ലറിഷ് ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്രീ ഓക്സിജൻ. ഫ്രീ ഓക്സിജൻ കിട്ടുമ്പോൾ അവർ നല്ലോണം ഗ്രോ ചെയ്യല്ലേ, നല്ലോണം മൾട്ടിപ്ലൈ ചെയ്യും, ഇതൊക്കെ ചെയ്യും. ഇതാണ് എയറോബിക് ബാക്ടീരിയ. അത് കണ്ടപാട് ഓപ്ഷൻ എ കുത്തരുത്, താഴെ ഓപ്ഷൻ ഡി ഓൾ ദി എബവ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കി ഓപ്ഷൻ കൂടി ഒന്ന് വായിക്കണം. നെക്സ്റ്റ്, കൺസ്യൂം ഓർഗാനിക് മാറ്റർ ആസ് ദെയർ ഫുഡ് അല്ല. ഈ എയറോബിക് ബാക്ടീരിയ എന്താ ചെയ്യുക? നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സിനൊക്കെ എന്താണ് ഫുഡായിട്ട് കൺസ്യൂം ചെയ്യും അല്ലേ. അവരുടെ ഫുഡാണ് ഈ ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓർഗാനിക് മാറ്റേഴ്സിനെ ഓക്സിഡൈസ് ചെയ്യും. എയറോബിക് ബാക്ടീരിയ ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും വരുന്നുണ്ട്. ഇവിടെ ഏതാണ്? ഓൾ ദ എബവ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് 2% സൊല്യൂഷൻ ഓഫ് എ സീവേജ് സാമ്പിൾ ഈസ് ഇൻക്യുബേറ്റഡ് ഫോർ 5 days at 20 degrees Celsius and depletion of oxygen was found to be 5 ppm, BOD of the sewage is. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് BOD എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. BOD കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എന്തൊക്കെ തന്നിട്ടിരിക്കുന്നത്? ഒന്ന് 2% ഓഫ് ദ സൊല്യൂഷൻ. ഇഫ് 2% സൊല്യൂഷൻ ഓഫ് എ സീവേജിലെ 2% സൊല്യൂഷൻ നമ്മൾ സാമ്പിളായിട്ട് എടുത്തു. എന്നിട്ട് 5 days നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തു. ഏത് ടെമ്പറേച്ചറിൽ? 20 degree Celsius ഇൻക്യുബേറ്റ് ചെയ്തു. അവിടെ നമുക്ക് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ എത്രയാണ് കണ്ടത്? 5 parts per million ആണ് ഡിപ്ലീഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ BOD നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ BODയും ഡിപ്ലീഷൻ ഓഫ് ഓക്സിജനും കിട്ടിയാൽ നമുക്ക് എന്താണ് BOD കണ്ടുപിടിക്കണം. എന്തൊക്കെയുള്ള? ഡിപ്ലീഷൻ ഓഫ് ഓക്സിജനും അതുപോലെ തന്നെ സൊല്യൂഷൻ്റെ പെർസെൻറ്റേജും ഉണ്ട്. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് BOD കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? BOD ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് സൊല്യൂഷനും തന്നിട്ടുണ്ട്. അത് രണ്ടും കിട്ടിയാൽ നമുക്ക് BOD കണ്ടുപിടിക്കാനുള്ള വല്ല ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്. എന്താണ്? ഡൈല്യൂഷൻ ഫാക്ടർ ഇൻറ്റു ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ. ഡൈല്യൂഷൻ ഫാക്ടറിനോട് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് BOD കിട്ടും. ഇവിടെ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ എത്രയാണ്? 5. ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ 5. ഡൈല്യൂഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ. ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ എത്രയാണ്? 2% അല്ലേ. അപ്പോൾ 100/2 എത്രയാണ്? 50. ഈ 15നെയും ഈ 5നെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി 250 parts per million. മനസ്സിലായോ? എന്താണ്? ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2% സീവേജ് സാമ്പിളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കിട്ടിയാൽ നമ്മൾ ആ 2% വെച്ചിട്ട് ഡൈല്യൂഷൻ ഫാക്ടറിലോട്ട് പോകണം. ഡൈല്യൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡൈല്യൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് 100 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് സൊല്യൂഷൻ. ഇവിടെ 100 ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 2 അല്ലേ, 2% അല്ലേ. 100 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 50 നമുക്ക് കിട്ടി. ആ 50നെ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ. ഇവിടെ എത്രയാണ് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ? 5 parts per million അല്ലേ. 50 × 5 250 ആണ്. അത് നമ്മുടെ ഓപ്ഷനിലും ഉണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഫോർ ദ സർവൈവൽ ഓഫ് ഫിഷ് ഇൻ എ റിവർ സ്ട്രീം ദ മിനിമം ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഒരു റിവർ സ്ട്രീമിൽ ഫിഷിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എത്ര ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം? നമുക്കറിയാം അക്വാട്ടിക് ഓർഗാനിസത്തിനൊക്കെ എന്ത് വേണം? ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം അല്ലേ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ സർവൈവൽ അവിടെ പോസിബിൾ അല്ല.
ഈ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ എപ്പോഴാണ് നഷ്ടമാവുന്നുള്ളത്? അവിടെ ഓർഗാനിക് മാറ്റർ കൂടുമ്പോൾ അല്ലെങ്കിൽ പൊല്യൂഷൻ കൂടുമ്പോൾ, എന്താണ് ഓർഗാനിക് മാറ്റർ കൂടുമ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മൈക്രോ ഓർഗാനിസംസ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസോൾഡ് ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മുടെ അക്വാട്ടിക് ഓർഗാനിസത്തിന് ഓക്സിജൻ കിട്ടാണ്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഒരു സർവൈവൽ, ഒരു ഫിഷിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് എത്ര ഡിസോൾഡ് ഓക്സിജൻ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു എന്താണ് ഡിസോൾഡ് ഓക്സിജൻ്റെ യൂണിറ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക, പാർട്സ് പെർ മില്യൺ ആണ് കേട്ടോ. എത്ര വേണം? 4 പാർട്സ് പെർ മില്യൺ ആണ് കേട്ടോ. മിനിമം 4 പാർട്സ് പെർ മില്യൺ റിക്വയർഡ് ആണ്. ദ pH വാല്യൂ ഓഫ് എ സീവേജ് ഈസ് ഡിറ്റർമൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അതായത് ഒരു സീവേജിൻ്റെ pH നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക? ഇംഹോഫ് കോണാണോ, ടർബിഡിമീറ്റർ ആണോ, പൊട്ടൻഷ്യോമീറ്റർ ആണോ? കറക്റ്റ് വരുന്നുള്ളത് പൊട്ടൻഷ്യോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ pH മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് പൊട്ടൻഷ്യോമീറ്റർ. നെക്സ്റ്റ്, ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് സീവേജ് ഈസ് ടേക്കൺ ആസ്, ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ്, 5 ഡിഗ്രി സെൽഷ്യസ്, 10 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയാണ് കേട്ടോ ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, 0 ഡിഗ്രിയാണ് അത് ഇങ്ങനെ വന്നിട്ടുള്ളത്. 0 ഡിഗ്രി, 5 ഡിഗ്രി, അതാണ് 50 ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ്, ഡ്രൈഡ് സീവേജ് ഓഫൺ ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ആസ്, ഡ്രൈഡ് സീവേജ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ആസ് എന്തായിട്ടാണ് നമ്മൾ ഡ്രൈഡ് സീവേജിനെ യൂസ് ചെയ്യുന്നുള്ളത്? ബേസ് മെറ്റീരിയൽ, കെമിക്കൽ ലോവറിങ്, ബിൽഡിംഗ് മെറ്റീരിയൽ, കറക്റ്റ് ഫെർട്ടിലൈസർ ആണ് വരിക കേട്ടോ. കറക്റ്റ് ഫെർട്ടിലൈസർ. നെക്സ്റ്റ്, ദ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇൻ സെപ്റ്റിക് ടാങ്ക്സ് ഈസ് ഡ്യൂ ടു, ഈ സെപ്റ്റിക് ടാങ്ക് നമ്മൾ പറഞ്ഞിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്താണ് ഇത് വരിക. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് അനേറോബിക് ഡീകമ്പോസിഷനാണ് ഇവിടെ നടക്കുന്നത് സെപ്റ്റിക് ടാങ്കിൽ അല്ലേ. അവിടെ ഓക്സിജൻ എത്താൻ വല്ല വഴിയുണ്ടോ? ഇല്ല. അവിടെ എന്താണ് അനേറോബിക് ഡീകമ്പോസിഷനാണ് സെപ്റ്റിക് ടാങ്ക്സിനകത്ത് നടക്കുന്നത്. ഏതിനകത്താണ് വരിക? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്താണ് വരുന്നത്. ബയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, ഇൻ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് ദ ഓപ്പറേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഈസ്, പ്രിലിമിനറി ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിന് മുന്നേ, നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ പ്രിലിമിനറി ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. റിമൂവൽ ഓഫ് ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒരിക്കലും നമുക്ക് റിമൂവ് ചെയ്യുന്നില്ല. അത് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലും ടെർഷ്യറി ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. റിമൂവൽ ഓഫ് ഫൈൻ ഡിസോൾഡ് ഓർഗാനിക് മാറ്റർ, ഡിസോൾഡ് ഓർഗാനിക് മാറ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലും ടെർഷ്യറി ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിട്ടാണ്. റിമൂവൽ ഓഫ് ഹാംഫുൾ ബാക്ടീരിയാസ് ആൻഡ് അതർ ഓർഗാനിസംസ്, ഈ ഹാംഫുൾ ബാക്ടീരിയനൊക്കെ നമ്മൾ ചെയ്യുന്നത് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ പ്രിലിമിനറിയിൽ അത് വരില്ല. റിമൂവൽ ഓഫ് ലൈറ്റർ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ, ഈ ഫ്ലോട്ടബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനൊക്കെ നമ്മൾ ഏതിനകത്താണ്? പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് വരിക കേട്ടോ. നെക്സ്റ്റ്, ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് റീസർക്കുലേറ്റഡ് വേസ്റ്റ് സീവേജ് ടു വോളിയം ഓഫ് റോ സീവേജ്, അതായത് റീസർക്കുലേറ്റഡ് സീവേജും അതുപോലെ തന്നെ റോ സീവേജിൻ്റെയും ആ റേഷ്യോ, അതിൻ്റെ രണ്ടിൻ്റെയും വോളിയം തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ എന്ത് പറയും? റീസർക്കുലേഷൻ റേഷ്യോ എന്ന് പറയും അല്ലേ. റീസർക്കുലേറ്റഡ് സീവേജും റോ സീവേജും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ എന്ത് പറയും? റീസർക്കുലേഷൻ റേഷ്യോ എന്ന് പറയും. നെക്സ്റ്റ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ദ ബൾക്കി ഫ്ലോട്ടിംഗ് ആൻഡ് സസ്പെൻഡഡ് മാറ്റർ ഈസ് റിമൂവ്ഡ് ബൈ, ബൾക്കി ആയിട്ടുള്ള ഫ്ലോട്ടി അതുപോലെ തന്നെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? അതായത് പേപ്പർ, പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യും? ബേണിംഗ് ആണോ? അല്ല. ഫിൽട്രേഷൻ ആണോ? അല്ല. ഫിൽട്രേഷൻ ആണ്, പക്ഷേ സ്ക്രീൻസ് വെച്ചിട്ടുള്ള ഫിൽട്രേഷനാണ്, സ്ക്രീനിങ് ആണ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഫിൽട്രേഷനിലൂടെ ചെയ്യുന്നത്. ഓക്സിഡേഷൻ അല്ല, ഇവിടെ കറക്റ്റ് വരിക സ്ക്രീനിങ് ആണ്. ഇനി, ദ ഗ്രിഡ് ചേംബർ ഓഫ് എ സീവേജ് പ്ലാന്റ് ഈസ് യൂഷ്വലി ക്ലീൻഡ് ആഫ്റ്റർ, നമ്മൾ ഗ്രിഡ് ചേമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആ ഗ്രിഡ് ചേമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്രീനേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ഈ ഫ്ലോട്ടബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഗ്രിഡ് ചേമ്പറിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണ്ടേ അല്ലേ? അതെപ്പോഴാണ് ചെയ്യുന്നുള്ളത്? 2 വീക്സിലാണ് കേട്ടോ. 2 വീക്ക് കഴിയുമ്പോഴാണ് അത് ക്ലീൻ ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇൻ ആൻ ഓക്സിഡേഷൻ പോണ്ട് ഈസ് അക്കംപ്ലീഷ്ഡ് പ്രൈമറിലി ബൈ, ഓക്സിഡേഷൻ പോണ്ടിനകത്ത് സീവേജ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പോണ്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്സിഡേഷൻ പോണ്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും സാധാരണ ഒരു പോണ്ടാണ്. ഇതിൻ്റെ സർഫസിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ഓക്സിജൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പോണ്ടിലേക്ക് വേറെ എവിടുന്ന ഓക്സിജൻ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഗ ഉണ്ടാവും. ആൽഗേൻ്റെ ഫോട്ടോസിന്തസിസിലൂടെയും ഇവർക്ക് എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. സോ ഓക്സിഡേഷൻ പോണ്ടിനകത്ത് സീവേജ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുള്ളത്
ആൽഗൽ ബാക്ടീരിയൽ സിംബയോസിസിലൂടെയാണ്. അവിടെ മെക്കാനിക്കൽ എയറേറ്റേഴ്സിനൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, പകരം എന്താണ് ആൽഗൽ ബാക്ടീരിയൽ സിംബയോസിസിലാണ് ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്നുള്ളത്. ആൽഗേൻ്റെ ഫോട്ടോസിന്തസിസിലൂടെ എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. അപ്പോൾ ആ ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്ടീരിയ അവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആൽഗൽ ബാക്ടീരിയൽ സിംബയോസിസ് വെച്ചിട്ടാണ് ഓക്സിഡേഷൻ പ്രോസസ് നടക്കുന്നത്. കാർബൺ മോണോക്സൈഡോ ന്യൂക്ലിയർ റേഡിയേഷനോ കാർബൺ ഡൈ ഓക്സൈഡോ ഒന്നും അല്ല. നെക്സ്റ്റ്, ദ സ്ക്രീൻസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് ആർ യൂഷ്വലി ഫിക്സ്ഡ്. നമ്മൾ പറഞ്ഞു ഇതുപോലത്തെ സ്ക്രീൻസ് നമ്മൾ വെക്കും. ഈ സ്ക്രീൻസ് വെക്കുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണോ? ഡയറക്ഷൻ ഓഫ് ഫ്ലോന് പെർപെൻഡിക്കുലർ ആണോ? പാരലൽ ആണോ? അതുപോലെ തന്നെ 45 ഡിഗ്രിയിലാണോ? 80 to 60 ഡിഗ്രിയിലാണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആയിട്ടല്ല, 45 ഡിഗ്രിയിലും അല്ല, പകരം എന്താണ്? അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി ഓർ 60 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി ഓർ 60 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ. മോസ്റ്റ് പ്രോബബിൾ നമ്പർ നമ്മൾ പഠിച്ചാൽ MPN എന്നറിയപ്പെടുന്ന ടെക്നിക്ക്. അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കണം. ഒന്ന് എ പറഞ്ഞിരിക്കുന്നുണ്ട്, MPN is the bacterial density which is most likely to be present in water and used to report the amount of bacteria present. MPN എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ബാക്ടീരിയൽ ഡെൻസിറ്റിയാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. അതിനകത്ത് നമ്മുടെ വാട്ടറിനകത്ത് എത്രത്തോളം ബാക്ടീരിയ പ്രസൻ്റ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ MPN-ലൂടെ മെഷർ ചെയ്യുന്നുള്ളത്. അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് MPN എന്ന് കണ്ടാലും നമ്മളത് ശരിയാണെന്ന് പറയണം കേട്ടോ. MPN ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ടു ഡിറ്റർമൈൻ MPN കൺഫേംഡ് ഓർ കംപ്ലീറ്റഡ് ടെസ്റ്റ് റിസൾട്ട്സ് ആർ റിക്വയർഡ്. MPN ചെയ്യണമെങ്കിൽ നമുക്ക് 3 ടെസ്റ്റ് ഉണ്ട്. പ്രിസംപ്റ്റീവ് ടെസ്റ്റ്, കംപ്ലീറ്റഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ കൺഫേംഡ് ടെസ്റ്റ്. അപ്പോൾ ഇത് 3 വേണം. ഇവിടെ ഏതൊക്കെ പറഞ്ഞിരിക്കുന്നത്? കൺഫേംഡ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. പെർമിസിബിൾ ലിമിറ്റ്സ്, MPN ഷുഡ് നോട്ട് ബി നിൽ. അങ്ങനെ എവിടെയും പറഞ്ഞിരിക്കുന്നില്ല. MPN നില്ലാവാൻ പാടില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ്? എയും ബിയും കറക്റ്റാണ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയും ബിയും കറക്റ്റാണ്. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബി ആൻഡ് സി ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, എ ആൻഡ് ബി ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഓൺലി സി ഈസ് ഫാൾസ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? എയും ബിയും ട്രൂ എന്നല്ലേ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഹാസ് എ റോഡ് ഷേപ്പ്ഡ് സ്ട്രക്ചർ? റോഡ് ഷേപ്പ്ഡ് സ്ട്രക്ചറുള്ള ബാക്ടീരിയനെ നമ്മൾ എന്താ പറയുക? ബാസിലൈ എന്ന് പറയും. കൊക്കൈ അല്ല, സ്പൈറല അല്ല, വിബ്രിയോ അല്ല. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഷേപ്പ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, കൊക്കൈൻ്റെയും വിബ്രിയോൻ്റെ ഒക്കെ. അപ്പോൾ ബാസിലൈ എന്ന് വെച്ചാൽ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയാസ് ആണ്. ഇതിവിടെ പറയാൻ കാരണം MPN നമ്മൾ എന്താണ് കോളിഫോംസിന് എടുക്കുന്നുണ്ട് അല്ലേ. കോളിഫോംസ് അല്ലെങ്കിൽ നമ്മുടെ ഈക്വളൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാസിലസ് ആണ്, ബാസിലൈ ആണ്. ബാസിലൈ എന്ന് വെച്ചാൽ റോഡ് ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ്. ഓക്കെ അല്ലേ? ഡാഷ് റെപ്രസെൻറ്റ്സ് ദ ബാക്ടീരിയൽ ഡെൻസിറ്റി that is most likely to be present in water. ബാക്ടീരിയൽ ഡെൻസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ബാക്ടീരിയൽ ഡെൻസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? BOD ആണോ, COD ആണോ, കോളിഫോം ഇൻഡെക്സ് ആണോ? അല്ല, എന്താണ്? മോസ്റ്റ് പ്രോബബിൾ നമ്പർ അല്ലെങ്കിൽ MPN ആണ് ബാക്ടീരിയൽ ഡെൻസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ബെറ്റർ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ കോളിഫോംസ്? ഇവിടെ നമ്മൾ എന്ത് വന്നാലും കോളിഫോംസ് എന്ന് കാണുമ്പോൾ നമ്മൾ ഉടനടി MPN എഴുതും. പക്ഷെ ഇത് തെറ്റാണ്. മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്ക് ഉണ്ടെങ്കിൽ അതാണ് ശരി വരിക. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബെറ്റർ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ കോളിഫോംസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെംബ്രെയിൻ ഫിൽട്രേഷൻ ആണ്, അല്ലെങ്കിൽ മെംബ്രെയിൻ ഫിൽട്ടർ ടെക്നിക്കാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് MPN ടെസ്റ്റ് ഈസ് പെർഫോംഡ്? എന്താണ് MPN ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന ആ ടെമ്പറേച്ചർ ഏതാണ്? ഒന്ന് ഓപ്ഷൻ നോക്കിയാൽ 35 ഡിഗ്രി സെൽഷ്യസ്, 37, 40, 45. ഇവിടെ കറക്റ്റ് വരിക 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് കോളിഫോം ബാക്ടീരിയ? കോളിഫോം ബാക്ടീരിയനെ കുറിച്ച് താഴെ പറയുന്നതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഗ്രാം നെഗറ്റീവാണ്, കോളിഫോംസ് ഗ്രാം നെഗറ്റീവാണ്, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഗ്രാം നെഗറ്റീവാണ്. അതുപോലെ തന്നെ റോഡ് ഷേപ്പ്ഡ് ആണ്, ബാസിലൈ ആണ്. അതുപോലെ തന്നെ എയറോബിക് ആയിട്ടുള്ള ഹാംലെസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ് ഇത് കോളിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ട്രൂ? 1, 2, 3, ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ബാക്ടീരിയൽ കോളനീസ് ബൈ അഗാർ പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ് ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പെർ മില്ലിലിറ്റർ ഫോർ പോർട്ടബിൾ വാട്ടർ. ബാക്ടീരിയൽ കോളനീസ് നമ്മൾ അഗാർ പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് എത്രത്തോളം ബാക്ടീരിയൽ കോളനീസ് വരാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ നമ്പർ ഓഫ് ബാക്ടീരിയൽ കോളനീസ് ബൈ അഗാർ പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ് ഷുഡ് നോട്ട് എക്സീഡ് 100
പെർ മില്ലി ലിറ്റർ ഫോർ പോർട്ടബിൾ വാട്ടർ. 100 പെർ മില്ലി ലിറ്റർ. 1 മില്ലി ലിറ്ററിനകത്ത് 100ൽ കൂടാൻ പാടില്ല. ഏത് കേസിൽ? പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടർ പറയുമ്പോൾ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ. നെക്സ്റ്റ്, ഇഫ് ദ ആസിഡ് ആൻഡ് ഗ്യാസ് ആർ ഫോംഡ് ഇൻ ദ മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെൻറ്റേഷൻ ടെക്നിക്, ദ ടെസ്റ്റ് ഈസ്, അതായത് നമ്മുടെ MPN തന്നെയാണ് കേട്ടോ പറയുന്നത്. മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെൻറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? സീരിയലി ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറേ ട്യൂബ്സ് വെക്കുന്നുണ്ട്, ടെസ്റ്റ് ട്യൂബ്സ് വെക്കുന്നുണ്ട് അല്ലേ, സെറ്റ്. ആ ടെസ്റ്റ് ട്യൂബിനകത്ത് എന്തൊക്കെയാണ് വരേണ്ടത്? ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കണം, അതുപോലെ തന്നെ ഗ്യാസ് ഫോം ചെയ്യും വേണം. സോ ഫെർമെൻറ്റേഷനിലൂടെ ആസിഡ് ഫോം ചെയ്യും വേണം, അതുപോലെ തന്നെ ഗ്യാസ് ഫോം ചെയ്യും വേണം. അപ്പോൾ ആസിഡും ഗ്യാസും ഫോം ചെയ്തിട്ടെങ്കിൽ ആ ടെസ്റ്റ് എന്താണ്? പോസിറ്റീവ് ആണോ, കണ്ടിന്യൂഡ് ആണോ, നെഗറ്റീവ് ആണോ, ഡിസ്കാർഡഡ് ആണോ? പോസിറ്റീവ് ആണ് അല്ലേ. അവിടെ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ അവിടെ കളർ ചേഞ്ച് ചെയ്തു, അതായത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കളർ അല്ലെങ്കിൽ നമ്മുടെ മീഡിയത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. വിച്ച് ബാക്ടീരിയ കോസ് ദ റെഡിഷ് ബ്രൗൺ ഡെപ്പോസിറ്റ്സ് ഇൻ ദ ടാങ്ക്? ടാങ്കിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കുന്നത് ഏത് ബാക്ടീരിയ എന്നാണ് ക്വസ്റ്റ്യൻ. ഈ കൊളയല്ല, ബാക്ടീരിയം കൊളയല്ല, സൾഫർ ബാക്ടീരിയ അല്ല, പകരം അയൺ ബാക്ടീരിയ ആണ് കേട്ടോ. അയൺ ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, അതായത് കറക്റ്റ് പഠിക്കാത്തവർ കൺഫ്യൂസ്ഡ് ആവും. വിച്ച് ഈസ് ദ കോമൺ ഇൻഡിക്കേറ്റർ ഓർഗാനിസം യൂസ്ഡ് ഇൻ ദ ഇവാലുവേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ? ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഈക്കോളയാണ്. നമ്മൾ അപ്പം തന്നെ കറപ്പിച്ചു ഏതാണ് ഈക്കോളൈ, പക്ഷേ അത് തെറ്റാണ്. പിന്നെ ഒന്ന് നോക്കും, ഫീക്കൽ കോളിഫോം ഉണ്ട്, ടോട്ടൽ കോളിഫോം ഉണ്ട്, ഈക്കോളൈ ഉണ്ട്. അപ്പോൾ ഏത് വരും എന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസർ ടോട്ടൽ കോളിഫോം ആണ്. കോമൺ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ അത് കോളിഫോം ആണ്. ഇനി വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ അത് ഫീക്കൽ കോളിഫോം ആണ്. മനസ്സിലായല്ലോ? കോമൺ ഇൻഡിക്കേറ്റർ നമ്മൾ ഇവാലുവേഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ അത് ഫീക്കൽ കോളിഫോം. ഇനി ഇവാലുവേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ അത് ടോട്ടൽ കോളിഫോം. ടോട്ടൽ കോളിഫോംസ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൽ നോക്കും, വേസ്റ്റ് വാട്ടറിനകത്ത് നമ്മൾ ഫീക്കൽ കോളിഫോംസ് ആണ് നോക്കുന്നുള്ളത്. മാറിപ്പോവരുത്. വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ ഫീക്കൽ കോളിഫോം, ടോട്ടൽ കോളിഫോംസ് ഏതിനകത്താണ്? ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കേസിൽ. ഡാഷ് മീൻസ് ദ ഡീആക്ടിവേഷൻ ഓർ കില്ലിംഗ് ഓഫ് പാത്തജൻസ്. ഡാഷ് മീൻസ് ദ ഡീആക്ടിവേഷൻ ഓർ കില്ലിംഗ് ഓഫ് പാത്തജൻ. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഡീആക്ടിവേഷൻ ഓഫ് പാത്തജൻസിൻ്റെ കേസിൽ അത് വരുന്നില്ല. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിസിൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീആക്ടിവേഷൻ അല്ലെങ്കിൽ കില്ലിംഗ് ഓഫ് പാത്തജൻസിനെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ഡിസിൻഫെക്ഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ഡിസിൻഫെക്റ്റൻറ്റ്? ബ്രോമിൻ ഒരു കെമിക്കൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്, ക്ലോറിനുമാണ്, ഓസോണുമാണ്. പക്ഷേ UV എന്താണ്? ഒരു ഫിസിക്കൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് UV ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ഡിസിൻഫെക്ഷൻ മീൻസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ഡിസിൻഫെക്ഷൻ മീൻസ്? കണ്ടപാടെ നമുക്കറിയാം UV ഡിസിൻഫെക്ഷൻ ആണ്, ഫിസിക്കൽ ഡിസിൻഫെക്ഷൻ ആണ്, നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. പിന്നെ ഹീറ്റ്, അതൊരു ഫിസിക്കൽ അല്ലേ, സൗണ്ട് അതെ. മെറ്റൽ എന്ന് പറയുമ്പോൾ അത് ഇതിനകത്ത് വരും, കെമിക്കലിനകത്ത് വരും. അപ്പോൾ മെറ്റൽസ് ഇതിനകത്ത് വരില്ല, ഫിസിക്കൽ ഡിസിൻഫെക്ഷനിൽ വരില്ല. നെക്സ്റ്റ്, ഡാഷ് ഇസ് ദ പ്രോസസ് വെർ ഓൾ ദ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ബാക്ടീരിയൽ സ്പോർസ് ആർ കിൽഡ്. ഓൾ ദ ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ബാക്ടീരിയൽ സ്പോർസ് ആർ കിൽഡ്. ഡിസിൻഫെക്ഷനകത്ത് നമ്മൾ എന്താണെന്ന് പറഞ്ഞേ? ഇതിപ്പം നമ്മൾ വായിച്ചേ ഉള്ളൂ. ഡീആക്ടിവേഷൻ, കില്ല് ചെയ്യണമെന്നില്ല, ഡീആക്ടിവേഷൻ ആണ്. കില്ല് ചെയ്യാറുമുണ്ട്, പക്ഷേ ഡീആക്ടിവേഷനും ആണ് വരുന്നുള്ളത് ഏത് കേസിൽ? ഡിസിൻഫെക്ഷൻ്റെ കേസിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും കില്ല് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുന്നത് സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. ഇൻസിനറേഷനും പൈറോലിസിസും വരില്ല, കറക്റ്റ് വരുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ? സ്റ്റെറിലൈസേഷന് താഴെ പറയുന്നതിൽ ഏത് മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഫിസിക്കൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ്, റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്. കെമിക്കൽസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഫിസിയോ കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല? ബയോളജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ഏതാണ്? ബയോളജിക്കൽ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കെമിക്കൽ ഓർ മെക്കാനിക്കൽ ക്ലെൻസിങ് പ്രോസസ് കോൾഡ്? മെക്കാനിക്കൽ ഓർ കെമിക്കൽ ക്ലെൻസിങ് പ്രോസസ്സ്. അത് ഡിസിൻഫെക്ഷൻ അല്ല, സ്റ്റെറിലൈസേഷൻ അല്ല, ഡീകണ്ടാമിനേഷൻ അല്ല, പകരം എന്താണ്? സാനിറ്റൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ക്ലെൻസിങ് എന്ന് വെച്ചാൽ സാനിറ്റൈസേഷൻ ആണ്. അപ്പോൾ മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടറിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഒന്നിച്ച് കൂട്ടി ചെയ്യുന്നുള്ളത്. അപ്പോൾ പരമാവധി ആ മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നില്ല എല്ലാ ടോപ്പിക്സും നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. MPN ഉണ്ട്, ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഡിസിൻഫെക്ഷൻ ഉണ്ട്,
അതുപോലെ തന്നെ വാട്ടർ സാമ്പിളിങ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വാട്ടർ സാമ്പിളിങ്ങിൻ്റെ നല്ലൊരു ക്ലാസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ. ബാക്കി പറഞ്ഞിരിക്കുന്ന എല്ലാം സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ദയവായി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ എൻസൈമോളജീൻ്റെ വീഡിയോക്കകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കണേ. KM വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുള്ളത് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിലാണ്. ഞാനവിടെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് മാറ്റി പഠിക്കണേ. അതവിടെ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. മാറ്റാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് അത് വായിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതിനകത്ത് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനടി അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നീട് വരുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഇസ് ഡൺ ആഫ്റ്റർ ഫിൽട്രേഷൻ ഓഫ് വാട്ടർ? ഫിൽട്രേഷൻ ഓഫ് വാട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസിൻഫെക്ഷനാണ് ചെയ്യേണ്ടത്. ഡിസിൻഫെക്ഷനാണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ് 49. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റോങ് റിഗാർഡിങ് ഡിസിൻഫെക്ഷൻ? ഡിസിൻഫെക്ഷനെ കുറിച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇറ്റ് ഷുഡ് ബി റെഡിലി അവൈലബിൾ അറ്റ് റീസണബിൾ കോസ്റ്റ്. അല്ലെ, ഒരു ഡിസിൻഫെക്റ്റൻറ്റ് എന്താണ് റെഡിലി അവൈലബിൾ ആയിരിക്കണം റീസണബിൾ കോസ്റ്റിൽ. അത് കറക്റ്റാണ്. അപ്പോൾ ഇത് വരില്ല. നോട്ട് കറക്റ്റാണ് ചോദിച്ചത്, റോങ് ആണ് ചോദിച്ചത്. ദ മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ ഷുഡ് ബി സിമ്പിൾ. അല്ലേ, ഏതൊരു മെത്തേഡായാലും സിമ്പിളായിരിക്കണം. ഇറ്റ് ഷുഡ് റെൻഡർ ദ വാട്ടർ ടോക്സിക് ഫോർ ഇറ്റ്സ് ഇൻറ്റൻറ്റഡ് യൂസ്. വാട്ടറിനെ ടോക്സിക് ആക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് റോങ്, അതാണ് റോങ് ആവാനുള്ള ചാൻസ്. ലാസ്റ്റ് നോക്കാം. ഇറ്റ് ഷുഡ് ആക്ട് ആസ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് റീകണ്ടാമിനേഷൻ. ഇത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നുള്ളത് കേട്ടോ. നമ്മുടെ വാട്ടറിനെ ഒരിക്കലും ടോക്സിക് ആക്കാൻ പാടില്ല. ബോയിലിംഗ് ഓഫ് വാട്ടർ ഇസ് എ ഡാഷ് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ. ബോയിലിംഗ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെത്തേഡാണോ, മെക്കാനിക്കലാണോ, ഇലക്ട്രിക്കലാണോ? അല്ല, എന്താണ്? ഫിസിക്കൽ മെത്തേഡാണ്. നെക്സ്റ്റ്, വിച്ച് മൈനർ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ഈസ് എഫക്റ്റീവ് ഇൻ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് വാട്ടർ? വിച്ച് മൈനർ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ? മൈനർ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് എഫക്റ്റീവ് കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇവിടെ ഏതാണ്? എക്സസീവ് ലൈം ട്രീറ്റ്മെൻറ്റ്, സിൽവർ ട്രീറ്റ്മെൻറ്റ്, അൾട്രാവയലറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഓപ്ഷൻ ബോയിലിംഗ് മെത്തേഡാണ്. അറ്റ് വാട്ട് pH ദ ഈക്കോളൈ ബാക്ടീരിയ വിൽ ഡൈ ഇൻ ദ വാട്ടർ? വാട്ടറിൻ്റെ pH എത്രയാകുമ്പോഴാണ് നമ്മുടെ ഈക്കോളൈ ഡൈ ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. ഈക്കോളൈ ബാക്ടീരിയാസ് ഒരിക്കലും എന്താണ് 9.5 മേലെയുള്ള pH ഒന്നും സർവൈവ് ചെയ്യില്ല. നമ്മൾ ഏതൊരു പാത്തജനിക് ബാക്ടീരിയനെ എടുത്തിട്ടുണ്ടെങ്കിലും ആൽക്കലൈൻ ടെമ്പറേച്ചറിന് അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അതായത് 9.5 മേലെ അല്ലെങ്കിൽ 9 മേലെയൊന്നും അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വിച്ച് മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. പിന്നെ നമുക്ക് ഡിസിൻഫെക്ഷൻ പഠിക്കാനുള്ളത് കൊണ്ട് ഇത് ആഡ് ചെയ്തതാണ്. ഇവിടെ കറക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമുക്കറിയാമല്ലോ, ഒരു നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അത് നമ്മുടെ വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കളർ വരും? പിങ്ക് കളർ വരും. എന്ത് കളർ വരും? പിങ്ക് കളർ വരും കേട്ടോ. പിന്നെ നമ്മൾ ഡിസിൻഫെക്ഷനകത്തേക്ക് ഫ്രീ ക്ലോറിനും അതുപോലെ തന്നെ കമ്പൈൻഡ് ക്ലോറിനും ആഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയസിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ക്ലോറിനും കമ്പൈൻഡ് ക്ലോറിനൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റൻറ്റ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല കോണ്ടാക്റ്റ് ടൈം കൊടുക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ ആ പാത്തജനും നമ്മുടെ ഡിസിൻഫെക്റ്റൻറ്റും തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഈ ഡിസിൻഫെക്റ്റൻറ്റിന് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫ്രീ ക്ലോറിൻ്റെ കേസിൽ ആ കോണ്ടാക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 20 minutes ആണ്. ഫ്രീ ക്ലോറിൻ്റെ കേസിൽ കോണ്ടാക്ട് ടൈം എന്ന് പറഞ്ഞാൽ 20 minutes ആണ്. എന്നാൽ കമ്പൈൻഡ് ക്ലോറിനാണെങ്കിൽ അത് 60 minutes ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു PDF-നകത്ത് പറയാനുള്ളത്. ഇനിയൊരു PDF കൂടിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. BOD റെപ്രസെൻറ്റ്സ് 5-day ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. അതായത് 5 ദിവസത്തിലുള്ള ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് നമ്മൾ BOD-യിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് ടെമ്പറേച്ചറിലാണ്? 20 degree Celsius ആണ്. 20 degree Celsius ആണ്. പിന്നെ ഫുൾ ഫോം ഓഫ് BOD നമ്മൾ പറഞ്ഞതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇവിടെ ബയോഡീഗ്രേഡബിൾ ഓക്സിജൻ ഡിമാൻഡ് എന്നുണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും ഉണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണവും വന്നിട്ടുണ്ട്. ബയോളജിക്കലും ഉണ്ട്, ബയോകെമിക്കലും ഉണ്ട്. അങ്ങനെ 2ഉം വന്നാൽ നമ്മൾ ബയോകെമിക്കൽ എഴുതണം. ഓക്കെ, 2ഉം വന്നിട്ടുണ്ടെങ്കിൽ ബയോകെമിക്കൽ എഴുതണം. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ഓൺലി ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ്. നമ്മുടെ സീവേജിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ മാത്രം ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി വേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജനെ നമ്മൾ എന്താണെന്ന് പറയുക? BOD എന്ന് പറയും, അല്ലേ?
BOD എന്ന് പറയും. ഇവിടെ എന്താണ് ഓർഗാനിക് മാറ്റർ എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല വല്ല കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് COD എഴുതാമായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക BOD ആണ്. നെക്സ്റ്റ്, ദ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിസോൾവ്ഡ് ഓക്സിജൻ ബൈ ഡൈല്യൂഷൻ ഫാക്ടർ, ഡിസോൾവ്ഡ് ഓക്സിജൻ പ്ലസ് ഡൈല്യൂഷൻ ഫാക്ടർ, അതുപോലെ തന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിവൈഡഡ് മൈനസ് ഡൈല്യൂഷൻ ഫാക്ടർ, പിന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ. ഇവിടെ കറക്റ്റ് വരിക ഇതാണ് കേട്ടോ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടറാണ് ഏത്? BOD എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? Which of the following is used for small concentration of organic matter? Small concentration of organic matter ആണെങ്കിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്? COD അല്ല, BOD അല്ല, THOD അല്ല, പകരം ടോട്ടൽ ഓർഗാനിക് കാർബൺ TOC എന്ന് പറയും. എന്താണ് TOC എന്ന് പറയും. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ B ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ BOD ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ഹൗ മെനി ഡേയ്സ്? നമ്മളിപ്പോൾ തൊട്ട് മേലെ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരുന്നു എന്താണ് 5 ദിവസത്തിൽ 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ 5 ഡേയ്സ് ആണ്. നെക്സ്റ്റ്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ ബോട്ടിൽസ് ഫോർ ദ BOD ടെസ്റ്റ് ആർ ഇൻക്യുബേറ്റഡ്? ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ BOD ബോട്ടിൽസിന് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നുള്ളത്? അല്ലേ, നമ്മുടെ BOD ബോട്ടിൽസിനകത്ത് വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ്? ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ 20 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് BOD? BODൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇവിടെ ഏതാണ് കറക്റ്റ്? ഇപ്പോൾ എല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ കറക്റ്റ് തന്നെ പറഞ്ഞുതരാം. ഏതാണ്? D1 മൈനസ് D2 മൈനസ് B1 ബൈ B2 മൈനസ് B2 ഇൻറ്റു F ഡിവൈഡഡ് ബൈ P. ഇതാണ് ഏത്? BODൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വാട്ടർ ക്വാളിറ്റി അനാലിസിസിൻ്റെ കേസിൽ ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ വരിക അല്ലേ, വേറെ വ്യത്യാസത്തിലൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. എന്താണ്? D1 മൈനസ് D2 മൈനസ് B1 മൈനസ് B2 ഇൻറ്റു F ഡിവൈഡഡ് ബൈ P. ഓക്കെ അല്ലേ? ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഹൗ മച്ച് BOD ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ 5 ഡേയ്സ്? ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ എത്ര BOD ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ അറൗണ്ട് 60 to 70% ആണ് വരുന്നുള്ളത്. എത്രയാണ്? 60 to 70%. നെക്സ്റ്റ്, ഹൗ COD ഈസ് കാൽക്കുലേറ്റഡ്? COD എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് വേസ്റ്റ് വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് കെമിക്കലി യൂസിങ് സോഡിയം ഇൻ ആസിഡ് സൊല്യൂഷൻസ് അല്ല. വേസ്റ്റ് വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് കെമിക്കലി യൂസിങ് ഡൈക്രോമേറ്റ് ഇൻ ആസിഡ് സൊല്യൂഷൻസ് ആണ് കറക്റ്റ് വരിക. അപ്പോൾ COD കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈക്രോമേറ്റ്സ് ആണ് ആസിഡ് സൊല്യൂഷൻസിനകത്ത് യൂസ് ചെയ്യുന്നുള്ളത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് BOD ടു COD ഇൻ അൺട്രീറ്റഡ് വേസ്റ്റ്? അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനകത്ത് BOD ടു COD ആ റേഷ്യോ എത്രയാണ്? ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. എത്രയാണ്? 0.3 to 0.8 ആണ്. എത്രയാണ്? 0.3 to 0.8 ആണ് BOD ടു COD റേഷ്യോ വരുന്നുള്ളത്. എത്രയാണ്? 0.3 to 0.8. മാറിപ്പോയത് 0.3 to 0.8 അൺട്രീറ്റഡ് ആണ്. ഇനി അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും? അൺട്രീറ്റഡിൽ നിന്ന് അൺട്രീറ്റഡിൽ നമ്മൾ 0.3 to 0.8 ആണ് പറഞ്ഞത്. ഇനി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0.1 to 0.3 ആയിട്ട് മാറും. ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0.1 to 0.3 ആവും. ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ 0.3 to 0.8 ആയിരുന്നു. 0.1 to 0.3 എപ്പോഴാണ്? ഫൈനൽ എഫ്ലുവൻറ്റിൽ. അൺട്രീറ്റഡ് ആകുമ്പോൾ 0.3 to 0.8 ആണ്. Which of these is used as the indicator when the titration is carried out to determine the amount of COD present in the sample? നമുക്ക് COD അത്രക്ക് നോക്കാനില്ല എങ്കിലും നമ്മൾ പഠിച്ചു വെക്കാം. ഫെറോയിൻ ആണ്. ഇതാണ് ഫെറോയിൻ ആണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെഷറിംഗ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ഡ്യൂറിംഗ് ദ ബയോകെമിക്കൽ ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ 5 days അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. ഈ 5 days 20 ഡിഗ്രി സെൽഷ്യസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉത്തരം കിട്ടും. എന്താണ്? BOD 5 ആണ്. BOD ആണ് നമ്മൾ 5 daysൽ 20 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ നോക്കുന്നുള്ളത്. ആദ്യം ഡിസോൾവ്ഡ് ഓക്സിജൻ നോക്കും. അത് വെച്ചിട്ട് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് BOD കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഡാഷ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിസോൾവ്ഡ് ഓക്സിജൻ യൂസ്ഡ് ഡ്യൂറിങ് കെമിക്കൽ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? COD ആണ്. കെമിക്കൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ COD ആണ്. അത് 3 മണിക്കൂറിലാണ്, 3 hours ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, പിന്നെ എന്താണ്? ദ 2 മേജർ പർപ്പസസ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ
which holds more dissolved oxygen. Which holds more dissolved oxygen. Water at 20 degrees Celsius ആണോ, വാട്ടർ അറ്റ് 10 degrees Celsius ആണോ, വാട്ടർ അറ്റ് 5 degrees Celsius ആണോ, അതുപോലെ തന്നെ വാട്ടർ അറ്റ് 25 degrees Celsius ആണോ? ഇവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലുണ്ടാവൽ 5 degrees Celsiusലാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയും. അപ്പോൾ 5 degrees Celsiusലുള്ള വാട്ടറിനാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതൽ ഉണ്ടാവുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ മൈക്രോബിയൽ ഡീകമ്പോസിഷൻ ഓഫ് ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ? നമുക്കറിയാവുന്ന തന്നെയല്ലേ, BOD ആണ് കറക്റ്റ് വരിക. നെക്സ്റ്റ് എന്താണ്, the addition of additional nitrogen and phosphorus to aquatic system will എന്താ സംഭവിക്കുക? അഡീഷണൽ ആയിട്ട് നമ്മൾ നൈട്രജനെയോ ഫോസ്ഫറസിനെയോ നമ്മൾ അക്വാറ്റിക് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അവിടെ യൂട്രോഫിക്കേഷൻ കോസ് ചെയ്യും അല്ലേ, യൂട്രോഫിക്കേഷൻ കോസ് ചെയ്യും. ആ യൂട്രോഫിക്കേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻക്രീസ് ഇൻ ആൽഗെ യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂം കോസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ഇൻ ആൽഗെ അതുപോലെ തന്നെ ഓക്സിജൻ ഡിക്രീസ് ചെയ്യും. അത് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇൻക്രീസ് ഇൻ ആൽഗെ ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിജൻ ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. സ്ലൈഡ് ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ എന്തായാലും വായിച്ചു തരുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഡാഷ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ഇൻ ദ സക്സസ് ഓഫ് വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ഇൻ ദ സക്സസ് ഓഫ് എ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാം. ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ എടുക്കാറുള്ളത് ഡിസോൾവ്ഡ് ഓക്സിജനെയാണ്. എന്താണ്? ഡിസോൾവ്ഡ് ഓക്സിജനെയാണ്. നെക്സ്റ്റ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇസ് എ മെഷർ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദ വാട്ടർ. BOD വാല്യൂസ് ലെസ് ദാൻ 5 ppm ഇൻഡിക്കേറ്റ്സ് എ വാട്ടർ സാമ്പിൾ ടു ബി എന്താണ്? റിച്ച് ഇൻ ഡിസോൾവ്ഡ് ഓക്സിജൻ. എന്താണ്? BOD വാല്യൂ 5ൽ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ വാട്ടറിനകത്ത് ഒരുപാട് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ 5ൽ കുറവാണെങ്കിൽ, BOD കുറവാണെങ്കിൽ അവിടെ പൊല്യൂഷൻ കുറവല്ലേ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? സീവേജ് കണ്ടെയ്നിങ് ഓർഗാനിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ഡിസ്പോസ്ഡ് ഇൻ വാട്ടർ ബോഡീസ് ബിക്കോസ് ഇറ്റ് കോസസ് മേജർ വാട്ടർ പൊല്യൂഷൻ അല്ലേ. നമ്മൾ സീവേജ് അടങ്ങിയിരിക്കുന്ന നമ്മുടെ വാട്ടറിന്, അതായത് അൺട്രീറ്റഡ് ആയിട്ടുള്ള വാട്ടറിന് ഒരിക്കലും വാട്ടർ ബോഡീസിനകത്തേക്ക് ഡയറക്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പാടില്ല അല്ലേ. അവിടെ അങ്ങനെ ഡിസ്പോസ് ചെയ്താൽ നമ്മളെ ഫിഷൊക്കെ ഡൈ ചെയ്ത് പോവും അല്ലേ. ഫിഷ് ഇൻ സച്ച് പൊല്യൂട്ടഡ് വാട്ടർ ഡൈ ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് ഈ ഫിഷ് ഡൈ ചെയ്യുന്നുള്ളത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊല്യൂട്ടഡ് വാട്ടർ പെട്ടെന്ന് നമ്മുടെ റിവറിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു അക്വാറ്റിക് സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ഡിസോൾവ് ഓക്സിജനെ മൊത്തം കൺസ്യൂം ചെയ്യും അല്ലേ. ഈ സീവേജിനകത്ത് ഒരുപാട് എന്തുണ്ട്? ഓർഗാനിക് മാറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഓക്സിജൻ വേണം, ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം. അപ്പോൾ അതൊരു റിവറിലേക്കോ ഒരു പോണ്ടിലേക്കോ ഒരു ലേക്കിലേക്കോ ഈ സീവേജ് എത്തിയാൽ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ ലേക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിസോൾവ്ഡ് ഓക്സിജനെയും നമ്മുടെ ഈ സീവേജ് വാട്ടർ യൂട്ടിലൈസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഓർഗാനിക് മാറ്ററിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ? അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ആ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുമ്പോൾ നമ്മുടെ ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നുള്ളത്. നെക്സ്റ്റ്, ഇത് നമുക്ക് വലിയ ആവശ്യമില്ല എങ്കിലും നോക്കി വെച്ചോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഷോസ് ദ പൊല്യൂട്ടഡ് എൻവയോൺമെൻറ്റ്? പൊല്യൂട്ടഡ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പൊല്യൂട്ടഡ് എൻവയോൺമെൻറ്റ് കാണിക്കുന്നത് എന്ന്? pH ഓഫ് റെയിൻ വാട്ടർ 5.6 ആണെങ്കിൽ പൊല്യൂട്ടഡ് ആണെന്ന് മനസ്സിലാവുന്നില്ല. എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ നോർമലാണ് 0.03. ഇനി ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 10 ppm ആയാലോ, അത് പൊല്യൂട്ടഡ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു പൊല്യൂഷൻ 10 ppm ഒക്കെ എത്തുമ്പോൾ എന്താണ്? BOD കൂടി അല്ലേ. 5 ppm ഒക്കെ ആണെങ്കിൽ വാട്ടർ പൊല്യൂട്ടഡ് അല്ല എന്ന് പറയാം. 10 ppm എന്നൊക്കെ പറയുമ്പോൾ BOD കൂടുതലാണ്. BOD കൂടുതലാകുമ്പോൾ പൊല്യൂഷൻ കൂടുതലല്ലേ. അപ്പോൾ ഇതൊരു വാല്യൂ ആണ്. അതുപോലെ തന്നെ യൂട്രോഫിക്കേഷനും എന്താണ്? പൊല്യൂട്ടഡ് എന്നാണ് കാണിക്കുന്നത്, യൂട്രോഫിക്കേഷനും. സോ സിയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. 2 ഓപ്ഷൻ ഇവിടെ കറക്റ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇഫ് BOD ലെവൽ ഓഫ് വാട്ടർ ഇൻ എ റിസർവോയർ ഈസ് ലെസ് ദാൻ 5 ppm ഇറ്റ് ഈസ് ഹൈലി പൊല്യൂട്ടഡ്. BOD ലെവൽ വാട്ടറിനകത്ത് 5 ppm താഴെ വന്നാൽ അത് ഹൈലി പൊല്യൂട്ടഡ് ആണോ? അല്ല, ഹൈലി പൊല്യൂട്ടഡ് അല്ല. കാരണം BOD കുറയും തോറും എന്താണ്? പൊല്യൂഷൻ കുറയുന്നു. അപ്പോൾ ഈ A എന്ന് പറയുന്നത് നോട്ട് കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ വരില്ല. A ആൻഡ് R കറക്റ്റ്, ഇത് വരില്ല. A ഈസ് നോട്ട് കറക്റ്റ്, ബട്ട് അതിൽ രണ്ടിൽ ഏതെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് R എന്താണ് റീസൺ? ഹൈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മീൻസ് ലോ ആക്ടിവിറ്റി ഓഫ് ബാക്ടീരിയ ഇൻ വാട്ടർ. ഹൈ ബയോളജിക്കൽ ഓക്സിജൻ മീൻസ് ഹൈ ആക്ടിവിറ്റി ഓഫ് ബാക്ടീരിയ അല്ലേ. ഹൈ ബയോളജിക്കൽ ഓക്സിജൻ എങ്ങനെയാണ് വരുന്നുള്ളത്? ഈ ബാക്ടീരിയൻ്റെ ആക്ടിവിറ്റി കൊണ്ടല്ലേ കൂടുതൽ BOD വരുന്നുള്ളത്. അപ്പോൾ ബോത്ത് A ആൻഡ് R ആർ നോട്ട് കറക്റ്റ്. അപ്പോൾ C ആണ് ഇവിടെ കറക്റ്റ് വരിക. പിന്നെയും ചോദിച്ചിരിക്കുകയാണ് BOD എന്ന് വെച്ചാൽ എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്.
പിന്നെ BOD ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷർ ഓഫ് oxygen content of water and wastewater, an organism's natural level of oxygen requirements, the oxygen using potential of water and wastewater, a measure of biological activity of water and wastewater. ഇതല്ല. പിന്നെ ഓക്സിജൻ കണ്ടൻറ്റ് ഓഫ് വാട്ടർ അല്ല. ഓക്സിജൻ കണ്ടൻറ്റ് ഓഫ് വാട്ടർ എന്താണ്? ഡിസോൾവ്ഡ് ഓക്സിജൻ അല്ലേ. ആൻഡ് ഓർഗാനിസംസ് നാച്ചുറൽ ലെവൽ ഓഫ് ഓക്സിജൻ റിക്വയർമെൻ്റ് അല്ല, പകരം എന്താണ്? ഓക്സിജൻ യൂസിങ് പൊട്ടൻഷ്യലാണ്. ഓക്സിജൻ യൂസിങ് പൊട്ടൻഷ്യലാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് BOD എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? ഇൻ BOD ടെസ്റ്റ് ദ ആൽക്കലൈൻ കണ്ടീഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആൽക്കലൈൻ അയഡൈഡ് അസൈഡ് സൊല്യൂഷനാണ് ഏത് ആൽക്കലൈൻ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഏത് സൊല്യൂഷനാണ്? ആൽക്കലൈൻ അയഡൈഡ് അസൈഡ് സൊല്യൂഷൻ. നെക്സ്റ്റ് നമ്മുടെ ഇൻഡിക്കേറ്റർ BOD ടെസ്റ്റ് ടൈട്രേഷൻ്റെ സമയത്ത് ഏതാണ് നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാർച്ചാണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, സ്റ്റാർച്ചാണ്. നെക്സ്റ്റ് ഹൈ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ എ ലേക്ക് ഇൻഡിക്കേറ്റ്. ഒരു ലേക്കിനകത്ത് എമൗണ്ട് ഓഫ് ഓക്സിജൻ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ വാട്ടർ ക്വാളിറ്റി കൂടുതലാണെന്നല്ലേ, ബെറ്റർ വാട്ടർ ക്വാളിറ്റി. ലെസ് അല്ല, ടർബിഡിറ്റി അല്ല, പകരം ബെറ്റർ വാട്ടർ ക്വാളിറ്റിയാണ് അവിടെ കറക്റ്റ് വരുന്നത്. നെക്സ്റ്റ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് യൂസ്ഡ് ദ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ആണ്. ബോത്ത് A ആൻഡ് B ആണ്. നമ്മൾ ഈ നമ്മുടെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനകത്ത് കറക്റ്റ് എന്താണ് മെഷർ ചെയ്യുന്നുള്ളത്? ഇതിനകത്ത് മെഷർ ചെയ്യുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് വുഡ് ബി ദെൻ റിമൂവ്ഡ് ഫ്രം ദ വാട്ടർ ഇൻ ഓർഡർ ടു ഓക്സിഡൈസ് പൊല്യൂഷനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഓക്സിജനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുക. നെക്സ്റ്റ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡൈ ആയിട്ടാണോ, കാറ്റലിസ്റ്റ് ആയിട്ടാണോ, A ആൻഡ് C ആണോ? അല്ല, പകരം ഓക്സിഡൻ്റ് ആയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ടത് യൂസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലിക്വിഡ് ഹസാഡസ് വേസ്റ്റ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് COD ടെസ്റ്റ് ആർ ക്രോമിയം, സിൽവർ, മെർക്കുറി, ഓൾ ദ എബോവ്. ഇതിനകത്ത് ഏതാണ്? ലിക്വിഡ് ഹസാഡസ് വേസ്റ്റ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് COD ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രോമിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, മെർക്കുറി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സിൽവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദ എബോവ് ആണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ COD നമുക്ക് വേണ്ട. TOC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഓർഗാനിക് കാർബൺ ആണ്. COD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഇനി TOC എന്ന് വെച്ചാൽ എന്തിൻ്റെ മെഷർമെൻ്റ് ആണ്? TOC എന്ന് വെച്ചാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മെഷർമെൻ്റ് ആണ്. ടോട്ടൽ ഓർഗാനിക് കാർബൺ ആണ്. എന്തിൻ്റെ മെഷർമെൻ്റ് ആണ്? ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇനി ഡ്രിങ്കിങ് വാട്ടറിൽ എത്ര TOC വരണം? എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡ്രിങ്കിങ് വാട്ടറിനകത്ത് 10 parts per billion to 100 parts per million, അതുപോലെ തന്നെ 1000 parts per billion to 100 parts per million, നോട്ട് ഇൻ വാട്ടർ. ഇതെല്ലാം പകരം എത്രയാണ്? 100 parts per billion to 10 parts per million. അത്രയാണ് എന്ത് വരേണ്ടത്? TOC വരേണ്ടത്. 100 parts per billion to 10 parts per million. വാട്ട് ഈസ് ദ ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് TOC ഇൻ ഡ്രിങ്കിങ് വാട്ടർ? ആക്സെപ്റ്റബിൾ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ എന്താണ്? ഡ്രിങ്കിങ് വാട്ടർ TOC. ഇവിടെ ആക്സെപ്റ്റബിൾ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനകത്തുള്ള ആക്സെപ്റ്റബിൾ TOCൻ്റെ ലെവൽ. TOC എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ ഓർഗാനിക് കാർബൺ. ഇവിടെ കറക്റ്റ് വരിക 25 parts per million ആണ് കേട്ടോ. 25 parts per million ആണ് ഇവിടെ കറക്റ്റ് വരിക. വാട്ട് ഈസ് മെഷേർഡ് വെൻ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ ഓർഗാനിക് കാർബൺ? ടോട്ടൽ ഓർഗാനിക് കാർബൺ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നുള്ളത്? അതിനകത്ത് TC, DC, TIC ഇതൊക്കെ മെഷർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇനി BOD ലിമിറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിനകത്തുള്ള BOD ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 to 2 parts per million ആണ്. എത്രയാണ്? 1 to 2 parts per million ആണ്. 1 to 2 parts per million ആണ്. അത് പാർട്സ് പെർ മില്യൺ ഡേയ്സിൽ. ഇനി mg per liter എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ mg per liter ആണെങ്കിൽ 30 mg per liter ആണ് കേട്ടോ. BOD ഓഫ് ഡ്രിങ്കിങ് വാട്ടർ 1 to 2 parts per million ആണ്. mg per literലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 30 mg per liter എന്ന് എഴുതണം. ഇനി COD ചോദിച്ചിട്ടുണ്ടെങ്കിൽ COD നോട്ട് ചെയ്ത് വെക്കുക. എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300, 100, 250, അതുപോലെ തന്നെ 200 mg per liter ആണ് ഇവിടെ ഓപ്ഷനകത്ത് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് 250 mg per liter ആണ്. അപ്പോൾ COD 250 mg per literഉം BOD ppmലാണെങ്കിൽ എന്താണ് 1 to 2 parts per million, mg per literലാണെങ്കിൽ 30 mg per liter ആണ്. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർച്ചാണ് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു.
ഇവിടെ ഏത് കളറാണ് ടൈട്രേഷൻ്റെ കേസിൽ അപ്പിയർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് കളറാണ് അപ്പിയർ ചെയ്യുക? ബ്ലൂ അല്ലേ? സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ ആകുമ്പോൾ ബ്ലൂ കളറാണ് അപ്പിയർ ചെയ്യുക. ഇനി നമ്മുടെ BOD ബോട്ടിലിൻ്റെ കപ്പാസിറ്റി, BOD ബോട്ടിലിൽ നമ്മൾ വാട്ടർ കളക്ട് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നത് 30 ml ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മൈക്രോബിയൽ സാമ്പിളിംഗ് ഓഫ് വേസ്റ്റിൻ്റെ കേസിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ഇനി ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്തു തരാം കേട്ടോ. സോ താങ്ക് യു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.